ിക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ഭരണപക്ഷത്തിരുന്നാലേ ഇതൊക്കെ സാധ്യമാവുകയുള്ളൂ. അതെന്തുകൊണ്ടാണ്? പ്രതിപക്ഷത്ത് പോയി കഴിഞ്ഞാൽ എതിർക്കും. വെറുതെ പറയുന്നതാണ്. ഞങ്ങൾ ഒന്നും എതിർക്കില്ല. ഞങ്ങൾ ക്രിയാത്മകമായ പ്രതിപക്ഷമായിട്ടാണ് പ്രവർത്തിച്ചത്. സർവകലാശാലകളെ എതിർത്തതല്ലേ ഭാഷയുടെ? CPIM-ന്റെ രാഷ്ട്രീയ നിലപാട് നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റ് അല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. അയ്യോ, അത് മനസ്സിലായില്ല ഇതുവരെ. യഥാർത്ഥത്തിൽ ക്ലാസിക്കൽ ഫാസിസം ഹിറ്റ്ലർ ആകണം. അത് ഹിറ്റ്ലറുടെ അതിപ്പോഴില്ലല്ലോ. നരേന്ദ്രമോദി ആ രീതിയിലേക്ക് വന്നിട്ട് ഞാൻ നിങ്ങൾ തമ്മിലുള്ള ചർച്ച ഉണ്ടാവുമോ? പക്ഷെ അത് പറയുമ്പോൾ നരേന്ദ്രമോദി സർക്കാരിനോട് ഒരു മൃദു സമീപനം ഞങ്ങൾക്ക് ഏറ്റവും ശക്തമത്തായ എതിരാണ്. പിണറായി 3 വരുമ്പോൾ പിണറായി വിജയൻ തന്നെ നയിക്കട്ടെ, അതാണോ നയിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ്? ഇനി അതിന്റെ തുടർച്ച വരുമ്പോൾ അന്നത്തെ പരിസ്ഥിതിയിലാണ് തീരുമാനിക്കുക. പക്ഷേ എന്നാലും ജനങ്ങൾക്കൊരു ചിത്രം കിട്ടണമല്ലോ. ജനങ്ങൾക്ക് നല്ല രീതിയിൽ ചിത്രം കിട്ടുന്നുണ്ട്. നിങ്ങൾക്കാണ് സംശയമുള്ളത്. നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള വാർത്തയുടെ സമഗ്ര ചിത്രം നോക്കാം. ലൈവ് അറ്റ് 6-ൽ ആദ്യം പ്രധാന വാർത്തകൾ. ആശാപ്രവർത്തകർക്ക് കൂടുതൽ വേതനം നൽകുന്നത് ആര്? ത്രിപുരയെന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ. കേരളമെന്ന് ആരോഗ്യമന്ത്രി. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ട സുരേഷ് ഗോപി. സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആവർത്തിച്ച് സമരക്കാർ. വയനാട് തുരങ്കപാത നിർമ്മാണത്തിന് പച്ചക്കൊടി. സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതി അനുമതി നൽകി. പദ്ധതിക്കെതിരെ കപട പ്രചാരണം നടത്തിയെന്ന് ലിൻഡോ ജോൺ. പഠിച്ച ശേഷം പ്രതികരിക്കാമെന്ന് VD സതീശൻ. ഷഹബാസിന്റെ കൊലപാതകത്തിൽ ഒരു വിദ്യാർത്ഥി കൂടി അറസ്റ്റിൽ. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതിയെ ജയിലിലേക്ക് മാറ്റി. ലഹരി മാഫിയയെ പൂട്ടാൻ പോലീസിന്റെ വ്യാപക പരിശോധന തുടരുന്നു. ഇടപെടൽ തൃപ്തികരമല്ലെന്ന് കത്തോലിക്ക സഭയുടെ ഇടുക്കി രൂപത. നമ്മുടെ കുട്ടികൾക്കിത് എന്തു പറ്റി? കാട്ടാക്കടയിലും കൊയിലാണ്ടിയിലും തമ്മിലടി. പറവൂരിൽ നഞ്ചക്ക് കൊണ്ട് ആക്രമണം. റാഗിംഗ് കേസുകൾ പരിഗണിക്കാൻ ഹൈക്കോടതിയിൽ പ്രത്യേക ബെഞ്ച് സ്ഥാപിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ശ്വാസകോശത്തിൽ കടുത്ത അണുബാധ. കൃത്രിമ ശ്വാസം നൽകുന്നു. മരുന്നുകളോട് പ്രതികരിക്കുന്നതായി ഡോക്ടർമാർ. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയ്ക്ക് 265 റൺസ് വിജയ ലക്ഷ്യം. സ്റ്റീവ് സ്മിത്തിനും അലക്സ് കാരയ്ക്കും അർദ്ധ സെഞ്ചുറി. മുഹമ്മദ് ഷമിക്ക് 3 വിക്കറ്റ്. ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് പ്രതീക്ഷയിൽ ആരാധകർ. വൻതാര വന്യജീവി പുനരധിവാസ കേന്ദ്രം സന്ദർശിച്ച പ്രധാനമന്ത്രി. അനന്ത് അംബാനിയുടെയും സംഘത്തിന്റെയും പ്രവർത്തനങ്ങൾക്ക് പ്രശംസ. കേന്ദ്രത്തിൽ സംരക്ഷിക്കുന്നത് 1.5 ലക്ഷത്തോളം ജീവികളെ. വിശദമായി നോക്കാം. ആശാവർക്കർമാർക്ക് കൂടുതൽ വേതനം കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണെന്ന സർക്കാരിന്റെ അവകാശവാദത്തെ ചൊല്ലി നിയമസഭയിൽ തർക്കം. സിക്കിം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കൂടുതൽ വേതനം നൽകുന്നുണ്ടെന്ന പ്രതിപക്ഷം. എന്നാൽ സിക്കിം സർക്കാരിൽ നിന്ന് ലഭിച്ച കത്ത് ഹാജരാക്കി ആരോഗ്യമന്ത്രി ഇത് തള്ളിക്കളഞ്ഞു. മിനിമം വേതനം 700 രൂപ ആക്കുമെന്ന പ്രഖ്യാപനം എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല എന്നും പ്രതിപക്ഷം ചോദിച്ചു. ആശാവർക്കർമാർക്ക് ഏറ്റവും ഉയർന്ന വേതനം നൽകുന്ന സംസ്ഥാനം കേരളമാണെന്ന കാര്യത്തിൽ ആരോഗ്യമന്ത്രിക്ക് സംശയമില്ല. കണക്കുകൾ നിരത്തിയാണ് വീണ ജോർജ് സഭയിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. തദ്ദേശ സ്ഥാപന പ്രതിനിധികളായും തൊഴിലുറപ്പ് തൊഴിലാളികളായും ഒക്കെ ആശമാർ ജോലി ചെയ്യുന്നുണ്ട്. വേതനം മാത്രമല്ല, സാമൂഹികമായും ആശമാരെ കേരളം ചേർത്തു പിടിക്കുകയാണെന്ന് ആരോഗ്യമന്ത്രി. പഞ്ചാബ് 2500, രാജസ്ഥാൻ 1650, സിക്കിം 6000, തമിഴ്നാട് 500, തെലങ്കാന 6750.
സിക്കിമിൽ 10,000 രൂപയാണ് ആശമാരുടെ ഓണറേറിയം. പശ്ചിമ ബംഗാൾ കേരളത്തെക്കാളും ആനുകൂല്യങ്ങൾ ആശമാർക്ക് നൽകുന്നുമുണ്ട്. പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ നൽകിയ മറുപടി ആയുധമാക്കിയായിരുന്നു പ്രതിപക്ഷത്തിന് തിരിച്ചടി. പാർലമെന്റിൽ കിട്ടിയിരിക്കുന്ന മറുപടിയാണ് സിക്കിം ഗവൺമെന്റ് 6,000 രൂപയിൽ നിന്നും 10,000 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. മനസ്സിലായോ? പാർലമെന്റിൽ കിട്ടിയ മറുപടിയാണ് സർ. അതിൽ തന്നെ ആന്ധ്രാപ്രദേശ് 7,000 രൂപ ഓണറേറിയം കൊടുക്കുന്നുണ്ട് എന്ന് അതിൻ്റെ അകത്ത് പാർലമെന്റിൽ കിട്ടിയ മറുപടിയിൽ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. സിക്കിമിലെ നാഷണൽ ഹെൽത്ത് മിഷൻ കോഓർഡിനേറ്ററുമായി സർക്കാർ സംസാരിച്ചെന്നും 6,000 രൂപ മാത്രമാണ് അവിടെ വേതനമെന്നും ആരോഗ്യമന്ത്രി വിശദീകരിച്ചു. 700 രൂപ മിനിമം വേതനം നൽകുമെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞ സർക്കാർ എന്തുകൊണ്ട് അതിന് തയ്യാറാകുന്നില്ലെന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് ആരോഗ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: ഇടതുപക്ഷ സർക്കാർ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ കൃത്യമായി വാക്കു പാലിച്ചു പോകാൻ ഇടതുപക്ഷ സർക്കാരിന് അറിയാം സർ. അറിയാം സർ. 1000 രൂപയിൽ നിന്ന് 1,800 രൂപയാക്കുമല്ല ഇത്രയും വർഷങ്ങൾ കൊണ്ട് ചെയ്തത്. 1000 രൂപയിൽ നിന്ന് 7,000 രൂപയായിട്ട് ഉയർത്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് സർ. അതിൽ ആശമാരുടെ ഓണറേറിയം സംബന്ധിച്ച കാര്യത്തിൽ സർക്കാരിന് നിലപാടുണ്ട് സർ. അതിൽ അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടാണ് സാർ ഉള്ളത്. അതിനിയും വർദ്ധിപ്പിക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് സാർ ഉള്ളത്. കേന്ദ്രം കുടിശ്ശികയിനത്തിൽ നൽകാനുള്ള 98 കോടി രൂപ ആശമാർക്കുള്ളതാണെന്ന ആരോഗ്യമന്ത്രിയുടെ വാദത്തെയും പ്രതിപക്ഷം ചോദ്യം ചെയ്തു. മന്ത്രി വളരെ ബുദ്ധിപൂർവ്വം 60-40 എന്ന് പറഞ്ഞത് കറക്റ്റാണത്. 60-40 NHMന്റെ ഫണ്ടാണ് കൊടുക്കുന്നത് സർ. NHMന്റെ കൊടുക്കാനുള്ള ഫണ്ട് 913 കോടി കൊടുക്കേണ്ട സ്ഥലത്ത് 815 കോടി രൂപ കൊടുത്തു. ഏത് ഈ ജനുവരി 25 ആയപ്പോൾ കൊടുത്തു കഴിഞ്ഞു ഈ ഫിനാൻഷ്യൽ ഇയറിലെ പൈസ. ഇനി എന്ത് 1.5 മാസം 2 മാസം കൂടി ഉണ്ട്. അപ്പോൾ ബാക്കി 100 കോടി രൂപ കൊടുക്കാനുള്ളൂ. ആ 97 കോടി രൂപ എന്ന് പറയുന്നത് മൊത്തം NHMന്റെയാണ്, അല്ലാതെ ഇൻസെന്റീവ് അല്ല. കൂടുതൽ വേതനം നൽകുന്നത് ആരെന്ന കാര്യത്തിൽ ഭരണപ്രതിപക്ഷങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. എന്നാൽ ആശമാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകണമെന്ന് ഇരുകൂട്ടരും ഒരുപോലെ പറയുന്നു. അത് എന്നുണ്ടാകുമെന്ന കാര്യത്തിലാണ് അനിശ്ചിതത്വം. അന്നേ തീരൂ സമരമെന്ന് ആശമാരും പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. സമയത്തെ ചൊല്ലി നിയമസഭയിൽ വീണ്ടും പ്രതിപക്ഷ നേതാവും സ്പീക്കറും തമ്മിൽ വാക്പോര്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നടത്തിയ പ്രസംഗത്തിനിടെയാണ് സ്പീക്കർ A.N. ഷംസീറുമായി തർക്കമുണ്ടായത്. പ്രസംഗം 11 മിനിറ്റായെന്നും സമയത്തിനുള്ളിൽ സംസാരിക്കണമെന്നും സ്പീക്കർ ഓർമ്മിപ്പിച്ചത് പ്രതിപക്ഷ നേതാവിനെ പ്രകോപിപ്പിച്ചു. പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂവെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. എന്നാൽ അങ്ങനെയൊന്നും വിരട്ടാൻ നോക്കേണ്ടെന്നായിരുന്നു സ്പീക്കറുടെ മറുപടി. അല്ല, സമയമായി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചേർന്ന് നോക്കിയിട്ട് കാര്യമില്ല. സമ്മതിക്കുന്നില്ല, പിന്നെ വേറെ വഴിയൊന്നുമില്ല. അടുത്ത ബിസിനസ് വഴി പോണ്ടി വരും, അത്രേ ഉള്ളൂ. അല്ല, അടുത്ത ബിസിനസ് വഴി പോണ്ടി വരും. നിങ്ങളുടെ വാക്കൌട്ട് സ്പീച്ചിന്റെ ക്രക്സ് വന്നു. നിങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്യണം. അതോടെ അവസാനിച്ചു അവിടെ വിഷയം. യെസ്, നിങ്ങളല്ല തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് വാക്കൌട്ട് ചെയ്യാൻ ഇവിടെ ഇരിക്കാം. അങ്ങനെ ഇല്ലെങ്കിൽ അടുത്ത ബിസിനസ് വഴി പോകും. യെസ്. ഓർഡർ 11 മിനിറ്റായി. ഒരു സ്ഥിരമായി കൊടുക്കുന്ന സമയം കൊടുക്കാൻ പറ്റൂ. ആദ്യം തന്നെ ചെയർ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര സമയം കൊണ്ടേ പറ്റൂ. യെസ്. ഓർഡർ. ശ്രദ്ധ ക്ഷണിക്കൽ. ശ്രീ ആൻസ്ലൻ, ബഹുമാനപ്പെട്ട നിയമം വ്യവസായം കയർ വകുപ്പ് മന്ത്രി ശ്രീ ആൻസ്ലൻ. ബഹുമാനപ്പെട്ട സ്പീക്കർ സർ, അങ്ങനെ പലതും മുമ്പുണ്ടാവും. പറ്റില്ല. അങ്ങനെ പലതും മുമ്പിലുണ്ടാവും. പണിയെടുക്കുന്ന ഏകദേശം 50 ലക്ഷത്തോളം ആളുകളുടെ ജീവനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ സഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. വയനാട് തുരങ്കപാത നിർമ്മാണത്തിന് അനുമതി നൽകി സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതി. 25 വ്യവസ്ഥകളോടുകൂടിയാണ് അനുമതി. പരിസ്ഥിതി ലോല പ്രദേശത്തെ തുരങ്കപാത നിർമ്മാണം കർശന സുരക്ഷാ മുൻകരുതലോടെ വേണമെന്നാണ് നിർദ്ദേശം. നിർമ്മാണത്തിനായി മികച്ച സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കണം. തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പുവരുത്തണം. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സൂക്ഷ്മ സ്കെയിൽ മാപ്പിംഗ് തുടർച്ചയായി നടത്തുകയും നിരീക്ഷിക്കുകയും വേണം. ടണൽ റോഡിന്റെ ഇരുഭാഗത്തും കാലാവസ്ഥാ സ്റ്റേഷനുകൾ സ്ഥാപിക്കണം തുടങ്ങിയ നിർദ്ദേശമുണ്ട്. 2,134 കോടി രൂപയാണ് പദ്ധതി ചെലവ്. ടെൻഡർ നടപടികൾ നേരത്തെ പൂർത്തീകരിച്ചിരുന്നു. താമരശ്ശേരി ചുരത്തിന് ബദലായി നിർമ്മിക്കുന്ന വയനാട് തുരങ്കപാത നിർമ്മാണത്തിന് അനുമതി. സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതിയാണ് വ്യവസ്ഥകളോടുകൂടി അനുമതി നൽകിയത്. പദ്ധതിക്കെതിരെ കപട പരിസ്ഥിതിവാദികളുടെ നിരന്തര പ്രചാരണമുണ്ടായിരുന്നു. ഇതെല്ലാം പരിശോധിച്ചാണ് അനുമതി ലഭിച്ചതെന്നും ലിൻഡോ ജോസഫ് MLA പറഞ്ഞു. പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. ഞങ്ങളത് സ്റ്റഡി ചെയ്യാണ്, ഞങ്ങളത് പഠിക്കുകയാണ്. ഒന്ന്, ഇപ്പോഴത്തെ വയനാട് ദുരന്തത്തിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ എന്ത് സമീപനം എടുക്കണമെന്ന് ഞങ്ങൾ സ്വീകരിക്കും.
KSRTCയിൽ എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം നൽകുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഓവർ ഡ്രാഫ്റ്റ് എടുത്ത് ശമ്പളം നൽകും. 100 കോടി ഓവർ ഡ്രാഫ്റ്റ് എടുക്കും. 20 ദിവസത്തിനുള്ളിൽ അടച്ചു തീർക്കും. പരാതികൾ അറിയിക്കാൻ KSRTC ടോൾ ഫ്രീ നമ്പർ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. KSRTC ജീവനക്കാർക്ക് ഇന്നു മുതൽ ശമ്പളം 1-ാം തീയതി കൊടുക്കാൻ തുടങ്ങി. കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ ഒരു വിദ്യാർത്ഥി കൂടി അറസ്റ്റിൽ. കേസിൽ നേരത്തെ പിടിയിലായ വിദ്യാർത്ഥികളിൽ ഒരാൾ ഷഹബാസിന്റെ സുഹൃത്താണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കുറ്റകൃത്യത്തിന് മുതിർന്നവർ പ്രേരണയായിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ച് വരികയാണ്. പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു വിദ്യാർത്ഥിയെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ആക്രമണം ആസൂത്രണം ചെയ്യാൻ കുട്ടികൾ അയച്ച സന്ദേശങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു. തുടർന്ന് സംഭവത്തിന് സാക്ഷിയായവർ അടക്കമുള്ള വിദ്യാർത്ഥികളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. പ്രതികളുടെ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരാളെ കൂടി കസ്റ്റഡിയിലെടുത്തത്. കേസിലെ പ്രതികളിൽ ഒരാളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത നഞ്ചക്ക ആക്രമണത്തിന് ഉപയോഗിച്ച സാഹചര്യം പോലീസ് പരിശോധിച്ചു വരികയാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെട്ടയാളുടെ വീട്ടിൽ നിന്നാണ് നഞ്ചക്ക കണ്ടെടുത്തത്. മകന്റെ കയ്യിൽ പിതാവാണോ ആയുധം കൊടുത്തുവിട്ടത് എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. ആക്രമണം നടത്താനുള്ള ഗൂഢാലോചനയിൽ ഇയാളുടെ പങ്ക് അന്വേഷിക്കും. മുതിർന്നവരുടെ പ്രേരണയാലാണോ വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് കുറ്റകൃത്യം നടത്തിയത് എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവരെയും പ്രതി ചേർക്കും. കൂടുതൽ CCTV ദൃശ്യങ്ങൾ ഇതിനായി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. 6ാമത് കസ്റ്റഡിയിലെടുത്ത വിദ്യാർത്ഥിയുടെ തുടർ പരീക്ഷകൾ എങ്ങനെ വേണമെന്ന കാര്യം വിദ്യാഭ്യാസ വകുപ്പുമായി ആലോചിച്ച് തീരുമാനിക്കും. കേസിൽ പ്രതികളായ 5 വിദ്യാർത്ഥികൾക്കായി ജുവനൈൽ ഹോമിൽ പ്രത്യേകം പരീക്ഷാ കേന്ദ്രം തയ്യാറാക്കിയിരുന്നു. ഷഹബാസിനെ ആക്രമിച്ച വിദ്യാർത്ഥികൾക്ക് കുട്ടികളുടെ മാനസികാവസ്ഥയല്ലെന്ന് കഴിഞ്ഞ ദിവസം റൂറൽ SP വ്യക്തമാക്കിയിരുന്നു. കുട്ടികളുടെ മനോനില ഇത്തരത്തിലായതിന് കാരണം എന്താണെന്ന് കൗൺസിലർമാരുടെ സഹായത്തോടുകൂടി പോലീസ് പരിശോധിക്കും. ന്യൂസ് 18 കോഴിക്കോട്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. മെഡിക്കൽ ബോർഡിന്റെ അനുമതി ലഭിച്ചതിന് പിന്നാലെയാണ് അഫാനെ ജയിലിലേക്ക് മാറ്റിയത്. 8 ദിവസങ്ങൾക്ക് ശേഷമാണ് അഫാനെ ആശുപത്രിയിൽ നിന്ന് മാറ്റുന്നത്. നിലവിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ അഫാനില്ല. മാനസിക പ്രശ്നങ്ങളില്ലെന്നും മെഡിക്കൽ ബോർഡ് ഇന്നലെ കണ്ടെത്തിയിരുന്നു. പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് ഇയാൾ കൂട്ടക്കൊല ചെയ്തതെന്നാണ് മെഡിക്കൽ ബോർഡിന്റെ കണ്ടെത്തൽ. കുറ്റബോധമുണ്ടോ? വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ ഗുരുതര ആരോപണവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. കൊലപാതകത്തിന് ശേഷം സന്തോഷത്തോടെ ഫോണിൽ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലാനുള്ള മാനസിക നില മറ്റെന്തോ പരിശീലനത്തിന്റെ സൂചനയാണ്. കൊലപാതകം നടത്തിയാൽ സ്വർഗത്തിൽ പോകാമെന്നുള്ള ചിന്ത വ്യാപകമാകുകയും ചെയ്യുന്നുണ്ടെന്നാണ് K സുരേന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞത്. താമരശ്ശേരിയിൽ വിദ്യാർത്ഥിയുടെ ജീവൻ എടുത്തിട്ടും സംസ്ഥാനത്ത് വിദ്യാർത്ഥി സംഘർഷങ്ങൾക്ക് അയവില്ല. എറണാകുളം പറവൂരിലും മലപ്പുറം കൊണ്ടോട്ടിയിലും തിരുവനന്തപുരം കാട്ടാക്കടയിലും വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. പറവൂരിൽ നഞ്ചക്ക കൊണ്ടായിരുന്നു ആക്രമണം. വടക്കൻ പറവൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടുന്ന ദൃശ്യങ്ങളാണിത്. 2 സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു ആക്രമണം. നഞ്ചക്ക് ഉപയോഗിച്ച് മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. സമാന രീതിയിൽ താമരശ്ശേരിയിലെ വിദ്യാർത്ഥി ഷഹബാസ് മരണപ്പെട്ടതിന് നടുക്കം മാറിയിട്ടില്ല. ഇതിന് പിന്നാലെയാണ് വീണ്ടും നഞ്ചക്ക് ഉപയോഗിച്ചുള്ള വിദ്യാർത്ഥികളുടെ അതിക്രമം. യൂണിഫോം ധരിച്ച വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനമേൽക്കുന്നത്. ഇത് സംബന്ധിച്ച് പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്നും അന്വേഷണം നടക്കുന്നതായും വടക്കൻ പറവൂർ പോലീസ് അറിയിച്ചു. കൊണ്ടോട്ടിയിൽ കഴിഞ്ഞ മാസം 20-നുണ്ടായ ഏറ്റുമുട്ടലിന്റെ ദൃശ്യങ്ങളാണിത്. ട്യൂഷന് പോയ 2 വിദ്യാർത്ഥികൾ തമ്മിലുള്ള വാക്കുതർക്കമാണ് അടിപിടിയിൽ കലാശിച്ചത്. കോട്ടുകര സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഏറ്റുമുട്ടിയത്. പിന്നീട് സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളെ താക്കീത് ചെയ്ത് വിട്ടയച്ചു. സുഹൃത്തുക്കളിൽ നിന്നും അകന്നുമാറിയതാണ് തിരുവനന്തപുരം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ വിദ്യാർത്ഥി ക്രിസ്റ്റോ S ദേവിനെ മർദ്ദിക്കാൻ കാരണം. മുഖത്തിനും തലയ്ക്കും കവിളത്തും മർദ്ദനമേറ്റിട്ടുണ്ട്. വിദ്യാർത്ഥിയുടെ പരാതിയിൽ കാട്ടാക്കട പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കാസർഗോഡ് 9ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം. പള്ളിക്കര സ്വദേശികളൊക്കെയാണ് മർദ്ദനമേറ്റത്. ടർഫിൽ കളി കാണാനെത്തിയ വിദ്യാർത്ഥിയുടെ കാലൊടിഞ്ഞു. സംഭവത്തിൽ 2 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ മാസം 23-നാണ് സംഭവം. കാഞ്ഞങ്ങാട് നോർത്ത് കോട്ടച്ചേരിയിലെ ടർഫിലാണ് വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയത്.
പള്ളിക്കര തെക്കേക്കുന്നിലെ വിശാൽ കൃഷ്ണനാണ് ആക്രമണത്തിന് ഇരയായത്. കാഞ്ഞങ്ങാട് നഗരത്തിലെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ ഇതേ സ്കൂളിലെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ 6 അടിയോളം താഴ്ചയുള്ള കുഴിയിലേക്ക് തള്ളിയിട്ടതായും പരാതിയുണ്ട്. വീഴ്ചയിൽ വലത് കാലൊടിഞ്ഞു. മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ ജ്യേഷ്ഠനെ സമീപത്തെ സ്കൂൾ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം മർദ്ദിച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്തതാണ് പ്രകോപനമെന്നാണ് സൂചന. വയറ്റിൽ കത്തി കയറ്റുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. ഇവനവിടെ കളി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ 9ത്തെ 10ത്തെ കുട്ടികൾ തല്ലാക്കുന്നുണ്ട്. കളിച്ചിട്ട് അവർ തല്ലാക്കുന്നുണ്ട്. ഇവർ വീട്ടിലേക്ക് വരാൻ കഴിഞ്ഞത് 10ാം ക്ലാസ് പഠിക്കുന്ന ആ കുട്ടി പിന്നെ ഇവൻ്റെ തോളിൽ കയറ്റി നീ അതിലേ പോകണ്ട, അതിലെ പോലീസ് വരും, പിന്നെ നമുക്ക് ഇതിലേ പോകാനിട്ട് ഇവനെ കൂട്ടിയിട്ട് പോയി. അപ്പോൾ ഞാനും തല്ലിനില്ലല്ലോ, ഞാൻ നേരെ വീട്ടിലേക്കല്ലേ പോകുന്നത്, പിന്നെ എന്നെ എന്തിനാ പോലീസ് പിടിക്കുന്നത് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വേണ്ട നമുക്ക് ഇതിലേ പോകാമെന്ന് പറഞ്ഞിട്ട് കുട്ടീനെ കൂട്ടിയിട്ട് പോയതാണ്. കുട്ടീനെ കൂട്ടി പോയിട്ട് പുറകുന്ന് തലക്കടിച്ചു, പിന്നെ പുറത്തേക്ക് അടിച്ചു, ചവിട്ടി. അവിടെ നിന്നാണ് വലിയ ഒരാളുടെ ഹൈറ്റുള്ള വരമ്പിൽ നിന്ന് കുട്ടീനെ തള്ളി താഴെട്ടിട്ട് അവർ തച്ചിട്ട് ചിരിച്ചുകൊണ്ട് പോകുന്ന രംഗമാണ് ഉണ്ടായത്. എല്ല് പൊട്ടിയിട്ടുണ്ട്, രണ്ട് എല്ല് പൊട്ടിയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു. സംഭവത്തിൽ കുട്ടിയുടെ അമ്മ സ്പെഷ്യൽ മൊബൈൽ സ്ക്വാഡ് ഡിവൈഎസ്പിക്ക് പരാതി നൽകി. കാലിലെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ വിദ്യാർത്ഥി ചികിത്സയിലാണ്. ന്യൂസ് 18 കാസർഗോഡ്. എറണാകുളം പുത്തൻവേലിക്കരയിൽ 16 വയസ്സുകാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പുത്തൻവേലിക്കര 5 വഴി ആലുങ്കപ്പറമ്പിൽ സുധാകരന്റെ മകൻ അമ്പാടി AS ആണ് മരിച്ചത്. അച്ഛനും അമ്മയും ആശുപത്രിയിൽ പോയി മടങ്ങി വന്നപ്പോഴാണ് വീട്ടിൽ മകന്റെ മൃതദേഹം കണ്ടത്. പുത്തൻവേലിക്കര സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് അമ്പാടി. അമ്മ അർബുദ രോഗിയാണ്. അമ്മയുടെ രോഗം അമ്പാടിയെ മാനസികമായി തളർത്തിയെന്നാണ് പോലീസ് പറയുന്നത്. പുത്തൻവേലിക്കര പോലീസ് വീട്ടിലെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കൊച്ചി പാലാരിവട്ടത്ത് 12 വയസ്സുകാരിയെ സഹോദരൻ പീഡിപ്പിച്ചതായി പരാതി. സഹോദരനായ 9ാം ക്ലാസ്സുകാരനെതിരെ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ഡിസംബറിൽ വീട്ടിൽ വെച്ചാണ് സംഭവം. പെൺകുട്ടി കൂട്ടുകാരിയോട് വെളിപ്പെടുത്തിയെ തുടർന്നാണ് ഈ വിവരം പുറത്തറിഞ്ഞത്. സ്കൂൾ അധികൃതർ ശിശുക്ഷേമ സമിതിയിൽ സംഭവം റിപ്പോർട്ട് ചെയ്യുകയും ശിശുക്ഷേമ സമിതി പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി പാലാരിവട്ടം പോലീസ് അറിയിച്ചു. റാഗിംഗ് കേസുകൾ പരിഗണിക്കാൻ ഹൈക്കോടതിയിൽ പ്രത്യേക ബെഞ്ച് സ്ഥാപിക്കും. 2-അംഗ ബെഞ്ചാണ് സ്ഥാപിക്കുക. പുതിയ ബെഞ്ചിന്റെ ആദ്യ സിറ്റിംഗ് നാളെ നടക്കും. സംസ്ഥാനത്ത് അടുത്തിടെ റിപ്പോർട്ട് ചെയ്ത റാഗിംഗ് കേസുകളുടെ പശ്ചാത്തലത്തിലാണ് നടപടി. നിയമസേവന അതോറിറ്റി സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി പരിഗണിച്ചാണ് തീരുമാനം. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതികളായ 2 വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് അനുമതി. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ 3 പേർക്ക് ഹോസ്റ്റലിൽ തിരിച്ചു കയറാനുള്ള അനുമതിയും നൽകിയിരുന്നു. 2022 ബാച്ച് വിദ്യാർത്ഥികൾക്ക് 2023 വിദ്യാർത്ഥികൾക്കൊപ്പം ഇനി മുതൽ ക്ലാസ്സിൽ കയറാം. സിദ്ധാർത്ഥന്റെ കേസിൽ പ്രതികൾ തുടർ പഠനത്തിന് അനുമതി നൽകുന്നതിനെതിരായ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് ശിക്ഷാ നടപടികൾക്ക് വിധേയരായ 2 വിദ്യാർത്ഥികൾക്ക് പുനഃപ്രവേശനം നൽകിയത്. ലഹരി ഉറവിടം തേടി പോലീസ്. സംസ്ഥാനത്ത് ലഹരി സംഘങ്ങൾക്കായി പോലീസിന്റെ വ്യാപക പരിശോധന തുടരുന്നു. തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിൽ നടത്തിയ റെയ്ഡിൽ പെരുമാതുറ സ്വദേശി അസറുദ്ദീനിൽ നിന്നും ലഹരി മരുന്ന് കണ്ടെടുത്തു. കോഴിക്കോട് 89 ഗ്രാം MDMA-യുമായി കുണ്ടായിത്തോട് സ്വദേശി അജിത്തിനെ പോലീസ് പിടികൂടി. കഴിഞ്ഞ 2 മാസത്തിനിടെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി റിപ്പോർട്ട് ചെയ്തത് നിഷ്ഠൂരമായ 63 കൊലപാതകങ്ങൾ. ഇതിൽ 30-ലേറെ കൊലപാതക കേസുകളിൽ വില്ലനായത് രാസലഹരിയും. ഈ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന വ്യാപക പരിശോധനകൾ ഊർജിതമാക്കിക്കൊണ്ടുള്ള പോലീസിന്റെ ഇടപെടൽ. ലഹരി ഉപയോഗം തടയാൻ തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ ഓപ്പറേഷൻ ഡീഹൺ. സെയിന്റ് ആൻഡ്രൂസ് മുതൽ കാപ്പിൽ വരെയുള്ള മേഖലകളിലാണ് റെയ്ഡ് നടന്നത്. റെയ്ഡിൽ പെരുമാതുറ സ്വദേശി അസറുദ്ദീനിൽ നിന്നും ലഹരിമരുന്ന് പിടികൂടി. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് നഗരത്തിൽ രാവിലെ നടത്തിയ റെയ്ഡിലാണ് MDMA പിടികൂടിയത്. 89 ഗ്രാം MDMA ആണ് കണ്ടെടുത്തത്. ബസ്സിൽ ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് എത്തിച്ചപ്പോഴാണ് MDMA പുതിയ സ്റ്റാൻഡിൽ വെച്ച് പിടികൂടിയത്. അജിത്ത് എന്ന 22-കാരനാണ് അറസ്റ്റിലായത്. വിദേശത്ത് നിന്ന് കൊറിയർ വഴി മയക്കുമരുന്ന് എത്തുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിൽ പരിശോധന തുടരുകയാണ്. ജർമ്മനിയിൽ നിന്ന് മയക്കുമരുന്ന് എത്തിച്ച കോഴിക്കോട് സ്വദേശിയെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള ഹൈബ്രിഡ് കഞ്ചാവിന്റെയും ഹാഷിഷ് ഓയിലിന്റെയും ഒഴുക്ക് തടയാൻ നെടുമ്പാശ്ശേരിയിൽ പരിശോധന ശക്തമാണ്. അതിഥി തൊഴിലാളികളെ കേന്ദ്രീകരിച്ചും പരിശോധന തുടരുന്നുണ്ട്. മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 2762 കേസുകൾ രജിസ്റ്റർ ചെയ്തു.
ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി 2854 പേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തത്. മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 17,266 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. ലഹരി സൃഷ്ടിക്കുന്ന സാമൂഹ്യ അരക്ഷിതാവസ്ഥ നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. ഇതിനെ ഫലപ്രദമായി പ്രതിരോധിക്കണമെങ്കിൽ ഇപ്പോൾ തുടങ്ങിവെച്ചിട്ടുള്ള പരിശോധനകൾ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. അല്ലായെങ്കിൽ ഒരു തലമുറ മുഴുവനായും ഈ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വരും. ചുറ്റുപാടും നടക്കുന്ന മയക്കുമരുന്ന് ഉപയോഗമോ വിൽപ്പനയോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ കേരള പോലീസിന്റെ ആന്റി നർക്കോട്ടിക് ആർമി നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് വാട്സ്ആപ്പ് സന്ദേശം അയയ്ക്കുക. നടപടി ഉടനെ ഉണ്ടാകും. 9959966666. ഇതാണ് ആന്റി നർക്കോട്ടിക് ആർമി നമ്പർ. സോ മൈ ഡിയർ ഫെലോ വാരിയേഴ്സ്, fear nothing. We are an invisible army against the dirty narcotic business. Let us begin the war. സംസ്ഥാനത്ത് ലഹരിയുടെ വ്യാപനത്തിൽ പോലീസിനെ വിമർശിച്ച ഇടുക്കി രൂപത. പോലീസ് ഇടപെടൽ തൃപ്തികരമല്ല, പോലീസിനെ മറ്റാരോ നിയന്ത്രിക്കുന്നുവെന്നും രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ പറയുന്നു. സിനിമയെ അക്രമത്തിന്റെ കാരണമായി ചിത്രീകരിക്കുന്നത് അസംബന്ധമെന്ന് ഫെഫ്ക. സ്വയം വിമർശനപരമായ നിലപാട് സ്വീകരിച്ച് അക്രമത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കേണ്ടവർ സിനിമയെ പഴിചാരി രക്ഷപ്പെടുന്നത് നിരാശാജനകമാണെന്നും ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ. ലഹരി ഉപയോഗം കൂടിയതിന്റെ കാരണവും സിനിമയാണെന്ന് പറയുമോ എന്നും FB പോസ്റ്റിൽ ചോദ്യം. ബോഡി ബിൽഡിംഗ് താരങ്ങൾക്ക് പോലീസിൽ നിയമനം നൽകാനുള്ള നീക്കത്തിന് സ്റ്റേ. ഷിനു ചൊവ്വ, ചിത്രേഷ് നടേശൻ എന്നിവരുടെ നിയമനത്തിനാണ് സ്റ്റേ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലാണ് നിയമനം സ്റ്റേ ചെയ്തത്. ആംഡ് പോലീസ് ബറ്റാലിയൻ ഇൻസ്പെക്ടർ ബിജുമോൻ PJ നൽകിയ ഹർജിയിലാണ് KTD ഡിവിഷൻ ബെഞ്ചിന്റെ സ്റ്റേ. കീഴ്വഴക്കങ്ങൾ ലംഘിച്ച ശരീര സൗന്ദര്യ മത്സര വിജയികൾക്ക് നിയമനം നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനം വിവാദമായിരുന്നു. CPM സംസ്ഥാന സമ്മേളനം നാളെ മുതൽ. CPM സംസ്ഥാന സമ്മേളനത്തിന് നാളെ കൊല്ലത്ത് പതാക ഉയരും. 486 പ്രതിനിധികൾ പങ്കെടുക്കും. രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിനൊപ്പം സംസ്ഥാനത്തിന്റെ വികസന മുന്നേറ്റം എങ്ങനെ വേണമെന്ന വ്യക്തമാക്കുന്ന രേഖയും സമ്മേളനത്തിൽ വിശദമായി ചർച്ച ചെയ്യും. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് MP ഗോവിന്ദൻ തുടരും. CPMന് അതിശക്തമായ സംഘടനാ അടിത്തറയുള്ള ജില്ലയാണ് കൊല്ലം. ശൂരനാട് കലാപത്തിന്റെ നാട് സമര പാരമ്പര്യത്തിലും പിന്നിലല്ല. CPMന്റെ സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലം ഒരുങ്ങിക്കഴിഞ്ഞു. പതാക, കൊടിമര, ദീപശിഖാ ജാഥകൾ നാളെ പൊതുസമ്മേളന വേദിയായ ആശ്രാമം മൈതാനത്ത് സംഗമിക്കും. പാർട്ടി പതാക ഉയരുന്നതോടുകൂടി സമ്മേളനത്തിന് തുടക്കമാകും. പ്രതിനിധി സമ്മേളനം വ്യാഴാഴ്ച പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. എറണാകുളം സമ്മേളനത്തിന് ശേഷം സംസ്ഥാനത്തും ദേശീയ തലത്തിലുമുണ്ടായ രാഷ്ട്രീയ സംഭവവികാസങ്ങളും സംഘടനാ പ്രവർത്തനങ്ങളും വിശദമാക്കുന്ന പ്രവർത്തന റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ അവതരിപ്പിക്കും. വിമർശനവും സ്വയം വിമർശനവും അടങ്ങിയ റിപ്പോർട്ടിൽ 2 ദിവസം വിശദ ചർച്ച നടക്കും. സർക്കാരിന്റെ പ്രവർത്തനങ്ങളും ഇഴകീറി പരിശോധിക്കപ്പെടും. എറണാകുളം സമ്മേളനം കൈക്കൊണ്ട തീരുമാനങ്ങളും തെറ്റുതിരുത്തൽ നടപടികളും എവിടം വരെയായി എന്ന പരിശോധനയും പ്രധാനമാണ്. സംഘടനാ ചർച്ചകൾക്കപ്പുറം സംസ്ഥാന വികസനം ചർച്ച ചെയ്യുന്ന പ്രത്യേക രേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കും. പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയർത്തുന്നതോടുകൂടി സമ്മേളന നടപടിക്ക് തുടക്കം കുറിക്കും. 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉന്നം, അതിവിപുലമായ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ത്യയിൽ ഉയർത്തിക്കൊണ്ടുവരിക. തുടർഭരണത്തിൽ തുടർച്ച ഉറപ്പിച്ചാണ് CPM സർക്കാരും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇത്തവണയും വികസന രേഖ ഇത്ര പ്രാധാന്യം നൽകി അവതരിപ്പിക്കുന്നത്. ഭരണം തുടരാൻ വേണ്ട നയപരവും രാഷ്ട്രീയവുമായ നിർദ്ദേശങ്ങളും സമ്മേളനത്തിൽ ഉയരും. സെക്രട്ടറി സ്ഥാനത്ത് MP ഗോവിന്ദൻ തുടരുമെങ്കിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. സംസ്ഥാന സമിതിയിലും പുതുമുഖങ്ങൾക്ക് വഴിയൊരുങ്ങും. VV അരുൺ, ന്യൂസ് 18, കൊല്ലം. കടുത്ത ശ്വാസ തടസ്സത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുന്നു. 2 തവണ ശ്വാസ തടസ്സമുണ്ടായതിനെ തുടർന്ന് അദ്ദേഹത്തിന് കൃത്രിമ ശ്വാസം നൽകുന്നതായി വത്തിക്കാൻ അറിയിച്ചു. കടുത്ത അണുബാധയും കഫക്കെട്ടുമാണ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി വഷളാക്കിയത്. 17 ദിവസമായി റോമിലെ ജെമർലി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. കഴിഞ്ഞ ദിവസങ്ങളിൽ പോപ്പിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടായിരുന്നു. ഇന്ന് പ്രതികാരത്തിന്റെ പോരാട്ടം.
ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിൽ ഇന്ത്യയ്ക്ക് 265 റൺസ് വിജയലക്ഷ്യം. ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ സ്റ്റീവൻ സ്മിത്തും അലക്സ് കാരിയും അർദ്ധ സെഞ്ചുറി നേടി. AI പ്ലാറ്റ്ഫോമിലൂടെ ടെലികോം പ്രവർത്തനങ്ങളെ വിപ്ലവാത്മകമായ രീതിയിൽ മാറ്റിമറിക്കുന്ന പദ്ധതികളുമായി ജിയോ പ്ലാറ്റ്ഫോംസ് ലിമിറ്റഡ്, AMD, ഡിസ്കോ, നോക്കിയ എന്നിവയുമായി ചേർന്ന് രൂപീകരിക്കുന്ന പദ്ധതി ബാഴ്സലോണയിൽ നടക്കുന്ന മൊബൈൽ വേൾഡ് കോൺഗ്രസിൽ പ്രഖ്യാപിച്ചു. ഓപ്പറേറ്റർമാരെയും സേവനദാതാക്കളെയും പിന്തുണയ്ക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ടെലികോം AI പ്ലാറ്റ്ഫോം കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. കാര്യക്ഷമത, സുരക്ഷ എന്നീ തലങ്ങളെ പുനർനിർവചിക്കുന്ന സംവിധാനമായിരിക്കുമെന്ന് റിലയൻസ് ജിയോ ഗ്രൂപ്പ് CEO മാത്യുമൻ പറഞ്ഞു. വന്യമൃഗങ്ങളുടെ സംരക്ഷണത്തിനും പുനരധിവാസത്തിനുമായുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കേന്ദ്രമായ വൻതാര പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. മൃഗങ്ങളുടെ സംരക്ഷണത്തിനും ചികിത്സയ്ക്കുമായി ഗുജറാത്തിൽ ഒരുക്കിയിട്ടുള്ള വൻതാരയിൽ MRI സ്കാനിംഗ് അടക്കം അതിവിപുലമായ സംവിധാനങ്ങളാണ് ഉള്ളത്. വൻതാരയിലെ വൈൽഡ് ഹോസ്പിറ്റൽ സന്ദർശിച്ച പ്രധാനമന്ത്രി ഡോക്ടർമാരോട് സംവദിച്ച് സംവിധാനങ്ങളെല്ലാം നേരിട്ട് വിലയിരുത്തി. വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളെ അടക്കം കണ്ട് അവയോടൊപ്പം സമയം ചെലവഴിച്ചാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. നിലവിൽ 2000 സ്പീഷീസുകളിലായി 1.5 ലക്ഷത്തോളം ജീവികളെയാണ് വൻതാരയിൽ സംരക്ഷിക്കുന്നത്. സ്വർണ്ണ-വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8010, പവൻ 64,080. 18 ക്യാരറ്റ് ഗ്രാം സ്വർണത്തിന് 6585, പവൻ 52,680. വെള്ളി ഗ്രാമിന് 106, കിലോയ്ക്ക് 1,06,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. പൂർണ്ണമാകുന്നു ലൈവ് at 6. ഇടവേളയ്ക്ക് ശേഷം കാണാം സകലമാന കേരളം ദിൽന ചേരും. നമസ്കാരം.